വെൽക്കം ബാക്ക് ടു ലിബീസ് കിച്ചൺ. ഞാൻ ലിബി സജീവ്. ഇന്നത്തെ നമ്മളൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. നമ്മുടെ ചായക്കടയിലൊക്കെ നല്ല ചൂടോടിരിക്കുന്ന ബോണ്ട അല്ലെങ്കിൽ ഉണ്ടംപൊരി എന്നൊക്കെ പറയും. ഓരോരുത്തടത്തോട്ടും ഓരോ പേരാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാലുണ്ടല്ലോ, പാളയംതോടൻ പഴം കേട്ടോ. അത് നല്ല പഴുത്ത പാളയംതോടൻ പഴമാണെങ്കിൽ അത്രയും നല്ലത്. നല്ല മണവും സ്വാദുമായിരിക്കും നമ്മൾ ബോണ്ട ഉണ്ടാക്കുമ്പം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 1 കപ്പ് മൈദ, 1/4 കപ്പ് റവ. നമ്മൾ ഈ റവ നമ്മുടെ ഈ പുറം എല്ലാം ഒന്ന് ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് ബോണ്ടയുടെ. അതേപോലെ തന്നെ സോഫ്റ്റും ആയിരിക്കും നമ്മുടെ ബോണ്ട. ഇനി നമുക്ക് ഈ പഴമെല്ലാം ഒന്ന് ആദ്യം ഒന്ന് അരച്ചെടുക്കണം. ഞാൻ ഇത്രയത്തിന് ഒരു 4 ചെറുപഴമാണ് എടുക്കുന്നത്. അരച്ച പഴക്കൂട്ട് നമുക്കിനി ഈ മിക്സ് ചെയ്ത പൊടിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിലോട്ട് ഇനി ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് കുറച്ച് ഏലക്കാപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, പിന്നെ അത്ര തന്നെ 1/2 ടീസ്പൂൺ ചുക്ക് പൊടിച്ചത്. അത് നല്ല പ്രത്യേക ഒരു ടേസ്റ്റാണ് നമ്മൾ ബോണ്ടയ്ക്കൊക്കെ ചേർക്കുമ്പോൾ. പിന്നെ വേണ്ടത് ജീരകം, ക്യുമിൻ സീഡ്. അത് പൊടിക്കൊന്നും വേണ്ട, ഫ്രഷായിട്ട് തന്നെ അങ്ങ് ചേർത്തേച്ചാൽ മതി. പിന്നെ ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂണോളം സോഡാപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത്രയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇത് ആവശ്യത്തിന്, ഞാനിവിടെ ചേർക്കുന്നത് ശർക്കര പാനിയാണ്. ഒരു നൂൽപ്പരുവല്ല, കുറച്ചും കൂടെ. ഇതിപ്പോൾ 250 ഗ്രാം ശർക്കരയാണെങ്കിൽ അത്ര തന്നെ വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ ഈ ശർക്കര ഉരുക്കിയെടുക്കുന്നത്. ഇതിനി നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആദ്യം. ഏകദേശം ഞാൻ ഇതിനകത്ത് 2 കപ്പ് ഇതേപോലെ ഉരുക്കിയ ശർക്കര പാവുതനാണ് ചേർത്തേക്കുന്നത്. വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. ഇത് നന്നായിട്ടൊന്ന് തവി വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നല്ലതായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിലോട്ട് ഞാൻ 1 കപ്പ് ശർക്കര പാനിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം, നല്ല മയമാക്കി എടുക്കണം. ഇത് നമ്മൾ ഇതേപോലെ തന്നെ കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 2 മിനിറ്റെങ്കിലും നമ്മൾ ഇതേപോലെ ഒന്ന് ഇതിങ്ങനെ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പഞ്ചി ഉണക്കത്തെ ബോണ്ട കിട്ടും. കണ്ടല്ലോ, ഇതേപോലെ ഈ ഒരു പരുവാകുമ്പം കണ്ടോ, ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി. ബോണ്ട ഉണ്ടാക്കുന്നതിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ്. ഇനി ഇതൊരു 2 മണിക്കൂർ നമുക്ക് അടച്ച് വെച്ച് ഇത് പൊങ്ങാനായിട്ട് കൊടുക്കാം. ഒരു 1 നൈറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിനകത്തോട്ട് തേങ്ങാക്കൊത്ത് ചേർക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/2 മുറി തേങ്ങാക്കൊത്ത് ചേർക്കുന്നുണ്ട്. ഇത് വറക്കേണ്ട ആവശ്യമൊന്നുമില്ല. വറുക്കാതെ തന്നെ നമുക്ക് ബോണ്ടയ്ക്ക് സാധാരണ വറുക്കാതാണ് നമ്മളൊക്കെ ചേർക്കുന്നത്. പിന്നെ കറുത്ത എള്ളുണ്ടെങ്കിൽ നല്ലതാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബോണ്ട ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ഇരുമ്പ് ചീനച്ചട്ടിയിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഇടുന്നതെന്ന് നോക്കാം. അതുകൊണ്ട് ഇതേപോലെ കൈ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. കണ്ടല്ലോ, നമുക്ക് എത്ര വലിയ ബോണ്ടയാണോ ഉണ്ടാക്കുന്നത് അതനുസരിച്ചുള്ള ബോൾ വേണം പിടിക്കാനായിട്ട്. നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് വലിയത് ഉണ്ടാക്കിയാൽ കുഞ്ഞുങ്ങളൊന്നും കഴിക്കാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് നമ്മൾ ചെറിയ ബോണ്ടയാണ് ഉണ്ടാക്കുന്നത്. ഇതേപോലെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടല്ലോ, അപ്പോൾ തന്നെ നമ്മൾ നല്ല പഞ്ഞി പോലെ അങ്ങ് ഫ്ലഫി ആയിട്ട് വരും. മാവ് റെഡിയായി എന്നാണ് ഇതിൻ്റെ അർത്ഥം. നമ്മൾ ആദ്യം ഇട്ട ബോണ്ട എല്ലാം റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കളർ ആകുമ്പോഴത്തേക്കിനും നമുക്ക് മാറ്റാം. ചെറു ചൂടിൽ വേണം ഇത് വേവിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ അകം വേഗത്തില്ല. അതോടൊപ്പം തന്നെ ഞാൻ ഇതിനകത്ത് സ്പേസ് ഉള്ളതുകൊണ്ട് 2 ബോണ്ടായും കൂടി ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ബാക്കി മാവും എല്ലാം ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം.
അങ്ങനെ നമ്മുടെ ചായക്കടയിലെ താരമായിട്ടുള്ള ബോണ്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോസ് കണ്ട് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇനിയും നമ്മളൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.